ഒരു ഘട്ടത്തിൽ നമ്മൾ വളരെ ശക്തമായി NEP-യെ അതിനിശിതമായി എതിർക്കുകയും എത്രയോ വേദികളിൽ സംസാരിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തു. ഇപ്പോൾ പൊതുവേ നമ്മുടെ സമൂഹം അതിപ്പോൾ എന്താ കുഴപ്പം എന്നുള്ള മട്ടിലേക്ക് ഏതാണ്ട് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് കേരളത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ വലിയ ചർച്ച ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കേരളത്തിൽ പല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇപ്പോൾ ഏതാണ്ട് എല്ലാവർക്കും അറിയാം എന്താ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്നുള്ളതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അത് ഭാഗികമായി കേരളത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. കുറേ സ്കൂളുകളിൽ, സെൻട്രൽ സ്കൂളിലൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു. വളരെ ഇപ്പം നമ്മൾ നേരത്തെ യുവാക്കളുടെ പ്രശ്നം പറഞ്ഞത്, ഞാനത് ആലോചിച്ചപ്പോഴാണ് അത് വന്നത്. 3 വയസ്സിലൊരു കുട്ടിയെ സ്കൂളിൽ ചേർക്കും, 18 വയസ്സ് വരെ ആ കുട്ടി സ്കൂളിലാണ് ഓൾമോസ്റ്റ്. അങ്ങനെയാണത് വരിക. സ്കൂള് കോളേജ് എല്ലാം കൂടി ഒരു 18 വയസ്സ് വരെ. അതിനിടയ്ക്ക് ആ കുട്ടിയെ പരുവപ്പെടുത്തി പാകപ്പെടുത്തി ഒരു ഫാക്ടറി പ്രോഡക്റ്റായി പുറത്തേക്ക് തരും. അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അതെങ്ങനെയാണ് പരുവപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ബാക്കി അതിൻ്റെ അനുസരണികൾ. ഒരു ഘട്ടത്തിൽ നമ്മൾ വളരെ ശക്തമായി NEP-യെ അതിനിശിതമായി എതിർക്കുകയും ഞാനൊക്കെ അടക്കം എത്രയോ വേദികളിൽ സംസാരിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തു. ഇപ്പോൾ പൊതുവേ നമ്മുടെ സമൂഹം അതിപ്പോൾ എന്താ കുഴപ്പം എന്നുള്ള മട്ടിലേക്ക് ഏതാണ്ട് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് കേരളത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. അതിന് കാരണം നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, നേരത്തെ വക്കീൽ പറഞ്ഞ പോലെ ഒരു വലിയ മധ്യവർഗ സമൂഹം മാത്രമായി കേരളം മാറുന്നു എന്നുള്ളതാണ്.